ഞാൻ ഇപ്പൊ കുക്കിങ്ങിലാ ഫുള്ള്. പാട്ടൊക്കെ നിർത്തി. പാട്ടൊന്നും ഇനി പാടണമെന്നില്ല, പാട്ട് പാടിയിട്ട് കാര്യമില്ല. മാതൃകയാണ് അടുക്കള കാര്യം. എല്ലാ യുവാക്കളും അടുക്കളയിൽ കയറണം. എനിക്ക് പറയാനുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കണം അടുക്കളയിൽ കയറിയിട്ട്. കാരണം അല്ല നമ്മളെ പെരിയിൽ അടുക്കളയിൽ കയറി നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ കിട്ടുന്ന റെസ്പെക്ട് ഉണ്ടല്ലോ, അത് ഒന്നിനും കിട്ടില്ല. ഇമ്മാരൊക്കെ അന്തം വിട്ട് അമ്മമാരൊക്കെ അടുക്കളയിലോ ഓനോ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് എവിടെയും കിട്ടൂല. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് അടുക്കളയിൽ കയറി. അപ്പൊ തലശ്ശേരി സ്പെഷ്യൽ കായ് വറുത്തതിൽ ഇറച്ചി നിറച്ചത്, ഇറച്ചി നിറച്ചത്. അതായത് ഇതൊരു തലശ്ശേരി സ്പെഷ്യൽ ഡിഷാണ്. തലശ്ശേരിക്കാർക്ക് പോലും അറിയാത്ത സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്ത് അപ്പം ഞങ്ങളൊന്ന് ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ നമ്മൾ 1.5 കിലോ പഴം വാങ്ങിക്കണ്. ഈ പഴം നെടുന്നനെ കീറി മുറിച്ചിട്ട് അതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ബീഫ് റോസ്റ്റ് മിക്സ് ചെയ്യണത്. അപ്പം ഞാനിതിൻ്റെ റെസിപ്പി നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ നല്ല പണിയാണ്. മല്ലിയും മുളകും ഉപ്പും ഉള്ളിയൊക്കെ കറക്റ്റ് അളവിൽ ചെന്നാലേ സാധനമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇറച്ചി ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ മുന്നിലേക്ക് എത്തില്ല എന്നുള്ളതിൻ്റെ 100% ഉറപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പീടിയിൽ പോയി വാങ്ങി ബീഫ് റോസ്റ്റ് വാങ്ങി എടുത്തോക്ക്. അപ്പൊ ബീഫ് റോസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതൊരു മുന്നേറ്റായി. ആ മോശം വരൂല. അപ്പൊ ഇതിക്ക് നമുക്ക് വേണ്ടത് 1 പാക്കറ്റ് MDMA, അപ്പസോഡ, അതുപോലെ നല്ല ഇതെന്താണ് മൈദ നല്ല പൊറോട്ട കൂട്ടി തിന്നാലോ. മറന്ന് പൊറാട്ട കൂട്ടി സാധനം അടിച്ചു. അല്ല അഫിയ ഇതൊരു പണി ചെയ്യണം. ഒരു ഫ്ലക്സ് കുക്ക് കൊണ്ടോ പൊട്ടിക്കാൻ അവിടെ ഫെവിക്കോൾ ഉണ്ടോ, അവിടെ ഫെവിക്കോൾ ഉണ്ടോ നോക്കാം ഫിയ. കുറച്ചുകൂടി ഇട്ടോ, ബേക്കിംഗ് സോഡയാണ് മതി. കുറച്ചുകൂടി മതി. ഇതെന്താ കുറേ ഉണ്ടാവും, തുള്ളിട്ടിട്ടോളേ. ഇത്രയും മൈദയൊക്കെ ആവണ്ടേ. ഇല്ല അപ്പസോഡ ഇട്ട മാവ് ചൊറിയോ? അപ്പസോഡ നല്ല ഇട്ടിക്കണമെങ്കിൽ ചൊറിയും. എത്ര ഇട്ടിക്കണേ അബേ. അപ്പൊ നമ്മളിത് മിക്സ് അടിച്ച നിമിഷം കാണിച്ചു കൊടുത്താ. ഇതേ ഇതിന്റെ ക്രെഡിറ്റ് ഫുൾ എനിക്ക് തന്നെയാ. എന്തേ? കാരണം എന്താ സാധനം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ കാണിച്ചു തരാം എനിക്ക്. ബ്രൂസും ഡോബിയൊക്കെ ഉണ്ടല്ലോ. ബ്രൂസും ഡോബിയൊക്കെ എന്തിനാ വളർത്തണ? പിന്നെ ഇവിടെ എന്തൊരു പരീക്ഷ നടത്തിയാലും മൊജീറ്റോ കേടത്തിന്റെ പട്ടി കൊണ്ടേ കൊടുത്ത ആളാണ് ഈ പറയുന്നത്. മൊജീറ്റോ ഉണ്ടാക്കിയാണ്ട് കേടന്നണ്ടേ പട്ടിനെ കൊണ്ട് കുടിപ്പിച്ചേക്കാം മൊജീറ്റോ. ആലോചിച്ച് പട്ടി മൊജീറ്റോ കുടിച്ചണ സീന്. ഓനാണ് നമ്മളെ അതിലേറെ വെച്ചിട്ടുണ്ടാവും പയന്നറോ പട്ടി. എന്താണ് സ്ലൈഡ് ചെയ്ത് വിട്ടാലോ? അങ്ങനെ തന്നെ ഇറക്കിക്കളാം. സ്പീഡ് വർക്ക് ഇതിന്റെ ദമ്മ് വർക്ക്. അത് മറിഞ്ഞു മറിച്ചല്ലേ. എന്തൊക്കെയാ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓവർ പൊരിയുണ്ടത്. ഇതിന് പഴത്തിനൊരു ഉറപ്പൊക്കെ മതി. വീഡിയോ ഒന്ന് പെട്ടെന്ന് ഓണാക്കാൻ പറ്റും എനിക്ക്. ഇങ്ങനെയൊക്കെ തന്നെ. ഇതെന്തോ പാളിക്കണേ. ഇതിന് വേറൊരു സീസം വേണം. എന്തോ എവിടോ പഞ്ചസാര ഇടുമ്പോ കാണില്ലേ. കഴിഞ്ഞ വേണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ വേണം ചെറു പോയി കാണുന്നു. ഇത്രയും നേരം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഇല്ലല്ലോ. കഴിഞ്ഞ വേണം. ഞങ്ങളെ കോൺഫറൻസ് ആവുന്നുണ്ടോ? നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. കേട്ടോ എന്താണ് ഞാനോട് പറഞ്ഞ ഒരു ഉറ്റിച്ചാൽ മതി. നല്ല വേദന ഉണ്ടാവും. ഞാൻ പറയണേ സാറല്ല അങ്ങോട്ട് പോരി. നീ ഞാനെ കൈമാക്കണ്ടേ? ഞാൻ എടുത്തിട്ടാ. എവിടെ ഉണ്ട് നമ്മുടെ കുട്ടി തെറിച്ചോ? എന്റെ മുന്നിൽ പള്ളി ചെറിയ കാട്ടി വെക്കരുത്. ഞാൻ പറഞ്ഞു അടാ കഴിഞ്ഞ മണത്ത് കരിയണത് ബാസിലെ ഇത് കരിഞ്ഞ വേണം. ഇത് നോക്ക് എങ്ങനെ. ഇത് ഫ്രൈ ഹാഫ് ഫ്രൈഡ്. ഇത് കലത്തപ്പത്തിന് മസാല.
എന്നും ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് തന്നുകാണ്ടിച്ചിട്ട് ഒരു മീൻ നടക്കൂല. ബാങ്ക് കൊടുക്കാൻ നേരത്തെ മെല്ലെ പരിക്കണ പോകും. എന്റെ അമ്മ ഉണ്ടാക്കിക്കണമെങ്കിൽ ഞാൻ തിന്നു ഇത് ഇജ്ജ് തിന്നു ഇന്ന് തുറന്നിട്ട് പോകുള്ളൂ. തുറന്നിട്ടല്ല ഓ പെലച്ചക്കും ഇത് തിന്നിട്ടേ പോകും. കറക്റ്റ് ഫീഡ്ബാക്ക് പറയും. സൂപ്പറാ. ഇതും കൂടി പറഞ്ഞോ. എന്തിനാ ഇവിടെ നിക്കണേ? പൊയ്ക്കോളി മരി ഇവിടെ കാളായി അടുക്കളയില്ലേ. നാവ് ചൊറിയാലോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇല്ല അപ്പസോട നാവ് ചൊറിയോ? അപ്പസോട് നല്ല ഇട്ടിക്കണമെങ്കിൽ ചൊറിയും. എത്ര ഇട്ടിക്കണേ അബേ